بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുമ്പോൾ നമുക്ക് റമദാൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് റമദാൻ അവസാനിച്ചതുപോലെ ഈ ദുനിയാവും അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആയുസ്സും റമദാൻ തീരുന്നത് പോലെ നമ്മുടെ ആയുസ്സും തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ നമ്മുടെ അജലിലേക്ക്, അവധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നാം നമ്മുടെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം റമദാൻ അത് അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമാണ്. അതുപോലെ തന്നെ റമദാൻ നമുക്ക് മരണത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. റമദാൻ വിട പറയുന്നത് പോലെ, റമദാൻ അത് മടക്കയാത്ര അത് ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു വിട പറയൽ, നമുക്കൊരു മടക്കയാത്രയുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പാഠമാണ്. റമദാനെ സ്നേഹിച്ച നമുക്കെല്ലാവർക്കും വിഷമം സമ്മാനിച്ചുകൊണ്ട്, സങ്കടം സമ്മാനിച്ചുകൊണ്ട് റമദാൻ അത് തീർന്നു പോകുമ്പോൾ നമ്മളെ സ്നേഹിച്ച നമ്മുടെ ആളുകളെ വിട്ടുപിരിഞ്ഞ് നമ്മളും ഒരിക്കൽ മടങ്ങും എന്ന ഒരു പാഠം അത് റമദാൻ അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുക, ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ ചില ദിവസങ്ങൾ മാത്രമേ നമ്മളുള്ളൂ. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ യബ്ന ആദം, മനുഷ്യരെ, ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅ, നിങ്ങൾ ചില ദിവസങ്ങൾ മാത്രമാണ് ഈ ദുനിയാവിൽ. കുല്ലമാ മദാ യൗമുൻ മദാ ബഅദുക്, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും കഴിയുമ്പോൾ നീ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ, ദുനിയാവ് അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, പരലോകം അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആഖിറത്തിന്റെ മക്കളാവുക നിങ്ങൾ. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിന്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ദുനിയാവിന്റെ ആളുകളായി നിങ്ങൾ മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അമലുകൾ അത് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്, അല്ലാഹുവിന്റെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ അല്ലാഹുവിന്റെ വിചാരണയാണ്, അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള അവസരമില്ല. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം, അദ്ദുനിയ സലാസതു അയ്യാം, ദുനിയാവ് എന്നുള്ളത് 3 ദിവസങ്ങളാണ്. ഒന്ന് അംസാണ്, ഇന്നലകൾ കഴിഞ്ഞുപോയി, അത് ഇനി നമുക്ക് തിരിച്ചു ലഭിക്കുകയില്ല. ആ ഇന്നലകൾ അത് കഴിഞ്ഞുപോയത് നമുക്ക് തിരിച്ചു ലഭിക്കുകയില്ല. ആ ഇന്നലകൾ അതിൽ വല്ല നന്മകളും ചെയ്താൽ അത് നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ ചെയ്ത പോയ
തിന്മകൾ ഓർത്ത് തൗബ ചെയ്ത് മടങ്ങിയാൽ അത് നമുക്ക് ഉപകരിക്കും. അതല്ലാതെ ഇന്നലകൾ അത് തീർന്നുപോയി, അത് ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. പിന്നെയുള്ളത് ഗദൻ, നാളെയാണ്. ഫലഅല്ലക ലാ തുദ്രികു, നാളെ എന്നുള്ളത് നിനക്ക് ലഭിക്കുമോ എന്നുള്ളത് നിനക്കറിയില്ല. പിന്നുള്ളത് ആകെ എന്താണ്? അൽയൗം, ഇന്നേ ദിവസമാണ്, നീ ജീവിച്ചിരിക്കുന്ന ഇന്നേ ദിവസം. അതാണ് 3 ദിവസങ്ങളിൽ ഒന്ന് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഫഅമൽ ഫീ, നിനക്ക് കിട്ടിയ ആ ദിവസം നീ ഉപകാരപ്പെടുത്തുക. ഇന്നലെ അത് തിരിച്ചു ലഭിക്കുകയില്ല, നാളെ ലഭിക്കുമോ എന്നറിയില്ല. പിന്നുള്ളത് നിന്റെ ഇന്നേ ദിവസമാണ്, അതിൽ നീ കൂടുതൽ അമലുകൾ ചെയ്യുക എന്ന് ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. താബിഈങ്ങളിൽപ്പെട്ട മൈമൂൻ ഇബ്നു മഹ്റാൻ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദുനിയ കുല്ലുഹാ ഖലീൽ, ദുനിയാവ് അത് മൊത്തം എടുത്തു നോക്കിയാൽ അത് മൊത്തം വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്. പരലോകവും ദുനിയാവും തമ്മിൽ താരതമ്യം ചെയ്താൽ ദുനിയാവ് മൊത്തം എടുക്കുകയാണെങ്കിൽ ദുനിയാവ് വളരെ കുറച്ചാണ്. വഖദ് ദഹബ അക്സറുൽ ഖലീൽ, ആ ദുനിയാവ് അതിൻ്റെ മൊത്തത്തിലുള്ള ആ കുറച്ച്, അതിൽ ഭൂരിഭാഗവും കഴിഞ്ഞു പോയിട്ടുണ്ട്. വബഖിയ ഖലീലുൻ മിനൽ ഖലീൽ, ഇനിയും അവശേഷിക്കുന്നതാകട്ടെ വളരെ കുറഞ്ഞതാണ്. ദുനിയാവ് മൊത്തത്തിൽ കുറവാണ്. ആ കുറവുള്ളതിൽ നിന്ന് തന്നെ ഭൂരിഭാഗവും ധാരാളം കടന്നുപോയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച്, അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്ന് മൈമൂൻ ഇബ്നു മഹ്റാൻ അദ്ദേഹം പറയുകയാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വളരെ പെട്ടെന്ന് തീരുന്നതാണ്. നോക്കൂ, റമദാൻ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് കടന്നുപോയി. ഇതുപോലെയാണ് ദുനിയാവ്, പെട്ടെന്ന് കടന്നുപോകും, പെട്ടെന്ന് അവസാനിക്കും. അത് നമ്മളെ കാത്തിരിക്കാതെ അത് പെട്ടെന്ന് അവസാനിച്ചു കൊണ്ടിരിക്കും. അതാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യം. അത് പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അവിടുന്ന് ഒരിക്കൽ ഒരു ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞ ഒരു പായയിൽ കടന്നുറങ്ങി. അവിടുന്ന് ഉറക്കം എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് ആ പായയുടെ ഒരു അടയാളം ഉണ്ടായിരുന്നു. സഹാബികളിൽ ഒരാൾ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് പറയുകയാണെങ്കിൽ ഈ പായക്ക് പകരം മിനുസമുള്ള നല്ലൊരു പുതപ്പ് കൊണ്ടുതരൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലിദ്ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ഷജറത്തിൻ സുമ്മ നാമ വതറകഹ. ദുനിയാവിൽ എൻ്റെ ഉപമ എന്നാൽ ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ. ആ യാത്രക്കാരൻ അയാളുടെ യാത്രയുടെ ഇടയിൽ ഒരു മരത്തണൽ കണ്ടപ്പോൾ അവിടെ അല്പസമയം വിശ്രമിച്ചു, പിന്നീട് ആ തണൽ ഉപേക്ഷിച്ച് അയാൾ പോയി. അതുപോലെയാണ് ദുനിയാവിന് അത്ര പ്രാധാന്യം അവർ കൊടുത്തിടും. ദുനിയാവ് അത് കഴിയാനുള്ളതാണ്. ഇത് സ്ഥിരവാസത്തിന്റെ കേന്ദ്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ കഴിയുക, അതല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ കഴിയുക. ഇത് പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, വൈകുന്നേരമായാൽ രാവിലെ നീ കാക്കരുത്. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, രാവിലെയായാൽ നീ വൈകുന്നേരത്തെ കാത്തിരിക്കരുത്. അത്രയുള്ളൂ ദുനിയാവിന്റെ കാര്യം. എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് മരണപ്പെടാം, അവന്റെ അവധി അവനെ തേടിയെത്താം.
അതുകൊണ്ട് ഈ നൈമിഷികമായ ദുനിയാവ് സഹോദരങ്ങളെ നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. ഇതൊരിക്കലും നമ്മളെ സ്ഥിരവാസത്തിന്റെ കേന്ദ്രമല്ല. മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈ ദുനിയാവിനെ സ്ഥിരവാസമായി കാണുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം തിരമാലകൾക്ക് മേൽ വീടുണ്ടാക്കിയവനെ പോലെയാണ്. തിരമാലകൾക്ക് മേൽ വീടുണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി നിലനിൽപ്പുണ്ടാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിലനിൽപ്പുണ്ടാവുകയില്ല, പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. ദുനിയാവ് അത് വേഗം നശിച്ചു പോകും. ദുനിയാവ് നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. നമ്മളെ കാത്തിരിക്കുന്നത് അവസാനിക്കാത്ത പരലോകമാണ്. യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ജനങ്ങളെ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. മരണം സത്യമാണ്. ഖബർ ജീവിതം സത്യമാണ്. അവിടെയുള്ള രക്ഷയും ശിക്ഷയും സത്യമാണ്. മഹ്ശർ സത്യമാണ്. മീസാൻ സത്യമാണ്. വിചാരണ സത്യമാണ്. സിറാത്ത് സത്യമാണ്. സ്വർഗവും നരകവും സത്യമാണ്. അതുകൊണ്ട് ആ സത്യത്തിൽ നിന്ന് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ നിശ്ചരമായ ഈ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ കാര്യത്തിൽ മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാച് ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ അത് നമുക്ക് അലങ്കരിച്ച് കാണിച്ചു തരും. ദുനിയാവിന്റെ വിനോദങ്ങൾ, ദുനിയാവിലെ കളികൾ, തമാശകൾ, അനാവശ്യമായ കാര്യങ്ങൾ അത് നമുക്ക് അലങ്കാരമുള്ളതാക്കി തോന്നിച്ചു തരും. അതിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നതിന് വേണ്ടി, പരലോകത്തിൽ നിന്ന് നമ്മൾ തെറ്റിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ദുനിയാവിന്റെ അലങ്കാരങ്ങളും പിശാചും നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. പരലോക ജീവിതം എന്ന യാഥാർത്ഥ്യത്തിനെ എപ്പോഴും നമ്മൾ മുന്നിൽ വെക്കണം. മരണം തൊട്ടടുത്ത് തന്നെയുണ്ട്. മരണം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരുവന്റെ മരണം അവന്റെ മുന്നിൽ ഹാജരായി കഴിഞ്ഞാൽ അതോടെ അവന്റെ ഖിയാമത്ത് തുടങ്ങുകയാണ്. അതോടെ അവന്റെ അന്ത്യദിനം തുടങ്ങുകയാണ്. അതോടെ അവന്റെ വിചാരണ തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ. മനുഷ്യന്മാർക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു. അവരാകട്ടെ അശ്രദ്ധയിൽ തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശറാഇകി അലിഹി വന്നാറു മിസ്ലു ദാലിക്. സ്വർഗവും നരകവും ഒരുവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനിലേക്ക് അടുത്തതാണ്. ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും അവൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോകുന്നത് എന്ന്. അതുകൊണ്ട് മരണം അത് വിദൂരമല്ല, തൊട്ടടുത്തു തന്നെയുണ്ട്. പലപ്പോഴും പരലോകത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഗദൻ, നാളെ എന്നർത്ഥത്തിലാണ്. പരലോകം അതിനെ പലപ്പോഴും അള്ളാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചത് നാളെ എന്നാണ്. പരലോകം നാളെയാണോ? നാളെയാകാം, ചിലപ്പോൾ ഇന്നാകാം. നമ്മുടെ മരണത്തിനനുസരിച്ച് നമ്മുടെ പരലോകം തുടങ്ങും. അതുകൊണ്ട് നമ്മൾ തയ്യാറാവുക. പരലോകത്തിന് നമ്മുടെ മുന്നിൽ കാണുക. പരലോകത്തിന്റെ രംഗങ്ങൾ കേൾക്കുമ്പോൾ, മഹ്ശറിന്റെ രംഗങ്ങൾ കേൾക്കുമ്പോൾ, ബർസഖിന്റെ രംഗങ്ങൾ കേൾക്കുമ്പോൾ അവിടൊക്കെ നമ്മളെ കാണുക. നമ്മൾ പലപ്പോഴും ജനങ്ങൾ അവരെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. ജനങ്ങൾ മരിച്ചാൽ ഇങ്ങനെ, അവരവരെ ഖബറിൽ ഇങ്ങനെ, അവര് പരലോകത്ത് ഇങ്ങനെ. നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഖബറിൽ നമ്മൾ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? മഹ്ശറിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, സലഫുകൾ പറഞ്ഞതുപോലെ, വഉദ്ദ നഫ്സക മിനൽ അംവാത്ത്, മരണപ്പെട്ടു പോയ ആളുകളിൽ നീ നിന്നെ ഉൾപ്പെടുത്തുക. നീ നിന്നെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. നിന്റെ മരണം എന്തായിരിക്കും? പലപ്പോഴും മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുക? ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നമ്മൾ ചിന്തിക്കുക. നീ മരിച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ?
നീ മരിച്ചാൽ നിന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ കാര്യം അത് നിന്നെ ബാധിക്കുന്നില്ല, അത് നീ അറിയുന്നില്ല. നിന്റെ ബാധിക്കേണ്ട കാര്യമല്ല, നിന്നെ ബാധിക്കേണ്ട നിന്റെ കാര്യമാണ്. നിന്റെ ഖബറിൽ നീ ഒറ്റക്കാണ്, നീയും നിന്റെ അമലുകളും മാത്രമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനയിൽ ബഖീഉൽ ഖർഖദിന്റെ അടിയിലെത്തി. അപ്പോൾ അദ്ദേഹം ആ ഖബറാളികളോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. അവരോട് അഭിവാദ്യം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, അൻതും ലനാ സലഫുൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ആളുകളാണ്, നിങ്ങൾക്ക് പിറകിൽ ഞങ്ങളും ഇങ്ങോട്ട് വരാനുള്ളവരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ അമ്മൽ അസ്വാജു ഫഖദ് നുകിഹത്. ഖബറാളികളെ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങൾ മരിക്കുമ്പോൾ ചിന്തിച്ച, അതല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ബേജാറായ നിങ്ങളുടെ ഭാര്യമാർ, ആ ഭാര്യമാരെ വേറെ ആളുകൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, അമ്മദ് ദിയാറു ഫഖദ് സുകിനത്, നിങ്ങളുടെ വീടുകൾ അതിൽ മറ്റുള്ള ആളുകൾ കയറി താമസം ആരംഭിച്ചിട്ടുണ്ട്. വഅമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, ഖബറാളികളെ, നിങ്ങളുടെ സമ്പാദ്യം അത് വീതം വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഖബറുൻ മാ ഇൻദന, ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള വാർത്തകൾ ഇതൊക്കെയാണ്. ഖബറാളികളെ, ഫമാദാ ഖബറുൻ മാ ഇൻദകും, നിങ്ങളുടെ അരികിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വാർത്ത എന്താണ്? അദ്ദേഹം തിരിച്ചു നിന്ന് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, വല്ലാഹി ലൗ തകല്ലമു ലഖാലു വജദ്നാ അന്ന ഖൈറസ് സാദി തഖ്വ. അല്ലാഹു തന്നെയാണ് സത്യം. അവർക്ക് എങ്ങാനും സംസാരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു എങ്കിൽ, അവർക്ക് സംസാരിക്കുവാൻ സാധിക്കുമായിരുന്നു എങ്കിൽ അവർ പറയുമായിരുന്നു, ഇവിടെ ഉപകാരപ്പെടുന്നത് തഖ്വ മാത്രമാണ് എന്നവർ പറയുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. നമ്മളുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. നമ്മളെ മരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, മരണത്തിനെ കുറിച്ച് നമ്മൾ ധാരാളം ഓർക്കുക. അത് നമ്മളെ തിന്മകളിൽ നിന്ന് വിട്ടുനിർത്തും, ധാരാളം നന്മകൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഹസദുഹു വഫറഹുഹു, ആരെങ്കിലും മരണചിന്ത അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ അസൂയയും നകളിപ്പൊക്കെ കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അക്കിയസ്, സ്വഹാബികളെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, ഏറ്റവും കൂടുതൽ മരണത്തിനെ കുറിച്ച് ഓർക്കുന്ന ആളുകളാണ് അവർ. അവിടെ നിർത്തിയില്ല, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ഓർക്കുന്നതിനോടൊപ്പം തന്നെ ആ മരണത്തിനു വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവരുമാണ് അവർ. മരണത്തിനെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും ആ മരണത്തിനു വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മടക്കയാത്ര എങ്ങനെയായിരിക്കും? നമ്മൾ മടങ്ങേണ്ടവരാണ്, നമ്മൾ മടങ്ങുന്നവരാണ്, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ആളെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അയാൾ പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് പറഞ്ഞു, 60 കൊല്ലമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അവനെ കണ്ടുമുട്ടാനായിരിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിലേക്ക് നാം മടങ്ങുന്നവരുമാണ്, മടങ്ങേണ്ടവരുമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് നമ്മൾ.
അതുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന നമ്മുടെ അമലുകൾ മാത്രം നമ്മുടെ കൂട്ടിനുണ്ടാകുന്ന ആ ദിവസത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക, ആ ദിവസത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക, ആ ദിവസത്തിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.